അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഈ ഓണത്തിന് തൃശൂരിനെ കുളിരണിയിക്കാൻ ഇതാ വരികയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വാട്ടർഫോൾസ്. DJ അമ്യൂസ്മെന്റ്സ് ഒരുക്കുന്ന ഈ ദൃശ്യവിരുന്നിൽ ആവേശമണപൊട്ടുന്ന കിടിലൻ റൈഡുകളും ഷോപ്പിങ്ങിനായി ആകർഷകമായ സ്റ്റാളുകളും നാവിലൂറും വിഭവങ്ങളുമായി വിശാലമായ ഫുഡ് കോർട്ടും നിങ്ങൾക്കായി ഒരുക്കും. തവണത്തെ ഓണം നമുക്കൊരുമിച്ച് DJ അമ്യൂസ്മെന്റ്സിനൊപ്പം ആഘോഷമാക്കാം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 19 ബുധനാഴ്ച. 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നടപ്പാക്കിയ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി +2 തലത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഓണം സ്പെഷ്യൽ അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ വിജയനും ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസും CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം നിഖിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഇന്നലെ കണ്ടെടുത്ത രേഖകളും വിവരങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് ED. നിഖിലിന്റെ പരസ്യ കമ്പനിയായ സൊലാസിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നുണ്ട്. ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് നടത്തിയ GST തട്ടിപ്പിൽ SIT ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകും. GST ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്നാണ് SITയുടെ പ്രാഥമിക നിഗമനം. മുട്ടിൽ മരമുറിയിലെ വഞ്ചന കേസിൽ പ്രതികൾ വീണ്ടും ഹൈക്കോടതിയിൽ. വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതികളായ ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് പ്രതികളുടെ ആവശ്യം. വീണയുമായി ബന്ധപ്പെട്ട CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് നടത്തിയ റെയ്ഡിലും നിയമവിരുദ്ധമായി ഒന്നും കിട്ടിയില്ലെന്ന് മുഹമ്മദ് റിയാസ്. അതിനുശേഷം വീണ ലേക്കർ എന്ന സ്ഥാപനം തുടങ്ങി എന്ന് പറഞ്ഞ് വീണ്ടും വാർത്തകൾ വന്നു. വീണ സ്വതന്ത്രമായ വ്യക്തിയാണ്. അവർക്ക് നിയമപരമായി ബിസിനസ് നടത്താനുള്ള അവകാശമുണ്ട്. മാന്യമായി ബിസിനസ് ചെയ്യുന്നവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തി പുകമറ സൃഷ്ടിക്കാനാണ് ED ശ്രമിച്ചതെന്നും റിയാസ് പറഞ്ഞു. CPMനെ കടന്നാക്രമിക്കാനും മുഹമ്മദ് റിയാസ് അടക്കമുള്ള നേതാക്കളെ അപകീർത്തിപ്പെടുത്താനുമാണ് എൻഫോഴ്സ്മെന്റിന്റെ ശ്രമമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പുകമറ സൃഷ്ടിച്ച് പാർട്ടി വിരുദ്ധ മനസ്സ് രൂപപ്പെടുത്താനുള്ള ശ്രമം പാർട്ടി ശക്തമായി പ്രതിരോധിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. മഴക്കാല ശുചീകരണത്തിന് ഉയർന്ന വിലയ്ക്ക് ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതിൽ ക്രമക്കേട് നടന്നെന്ന് കണ്ടെത്തിയതിൽ ആരോഗ്യമന്ത്രി K. മുരളീധരന് കടുത്ത അതൃപ്തി. പ്രിൻസിപ്പൽ സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിലാണ് അതൃപ്തി പ്രകടിപ്പിച്ചത്. വഖഫ് ബോർഡിലെ അമുസ്ലിം അംഗങ്ങളുടെ നിയമനം സുപ്രീം കോടതി വിധിക്ക് ശേഷമെന്ന് സംസ്ഥാന സർക്കാർ. വഖഫ് ബോർഡിൽ സങ്കീർണത സൃഷ്ടിക്കാനില്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചു. ബോർഡിലെ ഒഴിവ് ആദ്യം നികത്തിക്കൂടെയെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ ബുദ്ധിമുട്ടിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ശമ്പള പരിഷ്കരണം സംബന്ധിച്ചുള്ള കോളേജ് അധ്യാപകരുടെ കേസിൽ ഹൈക്കോടതിയിൽ ഹാജരാകാൻ കേരളത്തിലെ മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് എന്നിവരോടാണ് കോടതി അലക്ഷ്യ കേസിൽ ഹൈക്കോടതിയിൽ ഹാജരാകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാർക്കുള്ള ഓണം ബോണസ് ഇത്തവണയും 1 ലക്ഷം രൂപ. പരമാവധി ബോണസ് തുക 1,05,000 രൂപയാണ്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കാത്തതിനെതിരായ BJP പ്രതിഷേധത്തെ തള്ളി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ദേശീയ ഗീതം ആലപിക്കുന്നതിന് പ്രോട്ടോകോൾ ഉണ്ടെന്നും ആ പ്രോട്ടോകോൾ പാലിക്കാൻ ഉദ്ഘാടന പരിപാടിയിൽ കഴിയുമായിരുന്നില്ലെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഈ ഓണം കളറാവട്ടെ പുളിമൂട്ടിൽ സിൽക്സ്. നെഹ്റു ട്രോഫി ജലമേളയിലെ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ ചിത്രവും ഉൾപ്പെടുത്തി പുതിയ പോസ്റ്റർ തയ്യാറാക്കി സംഘാടകർ. പ്രൂഫ് നോക്കാൻ കൊടുത്ത നോട്ടീസ് പ്രസിദ്ധീകരിച്ചതാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയതെന്ന് കൾച്ചറൽ കമ്മിറ്റി വിശദീകരിച്ചു. പോസ്റ്റർ വിഷയത്തിൽ പ്രതിഷേധമില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരിച്ചു.
ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് അധിക സർവീസ് നടത്തുമെന്ന് കൊച്ചി മെട്രോ. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിലാണ് അധിക സർവീസ്. മുല്ലപ്പെരിയാർ കേസിൽ സ്പെഷ്യൽ കൗൺസിലിനെ നിയമിച്ച് കേരളം. പ്രമുഖ അഭിഭാഷകൻ റോയ് എബ്രഹാമിനെയാണ് കേരളം പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചത്. കേരളവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയും വിവിധ ട്രിബ്യൂണലുകളും പരിഗണിക്കുന്ന അന്തർ സംസ്ഥാന നദീജല തർക്ക കേസുകളിലും റോയ് എബ്രഹാം സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം BJP ബഹിഷ്കരിച്ചതായി അറിവില്ലെന്ന് വി. മുരളീധരൻ MLA. അസൗകര്യമുള്ളതുകൊണ്ടാണ് താൻ പങ്കെടുക്കാതിരുന്നത്. വന്ദേമാതരം വിവാദവുമായി ബന്ധമുണ്ടോയെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാലാ നഗരസഭയിൽ ചെയർപേഴ്സണായി കോൺഗ്രസ് വിമതയായ മായ രാഹുലിനെ തെരഞ്ഞെടുത്തു. LDFും കോൺഗ്രസ് വിമതരും മായ രാഹുലിന് വോട്ട് ചെയ്തു. ആകെ 26 കൗൺസിലർമാർ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായി. ഇതിൽ മായയ്ക്ക് 16 വോട്ട് ലഭിച്ചു. UDF സ്ഥാനാർത്ഥി റിയ ചീരാംകുഴിക്ക് 10 വോട്ടും ലഭിച്ചു. KSRTCയുടെ സൗജന്യ സർവീസായ പ്രിയദർശിനി ബസ്സുകളിലെ അമിത തിരക്ക് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിച്ച് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ചലച്ചിത്ര നിർമ്മാതാവ് ജിയോ കുട്ടപ്പൻ എന്ന NG ജോൺ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ഇനിയും പുഴയൊഴുകും, ഏഴാം കടലിനക്കരെ, മീൻ, ഇന്നല്ലെങ്കിൽ നാളെ, ഈ നാട്, ഇനിയെങ്കിലും തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവാണ് ജിയോ കുട്ടപ്പൻ. ലക്ഷദ്വീപിൽ പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ ബോട്ട് മറിഞ്ഞ് കാണാതായ 2 പോലീസുകാർക്കായി ഒരാഴ്ചയായി തെരച്ചിൽ തുടരുന്നു. പോലീസ്, മത്സ്യത്തൊഴിലാളികൾ, കോസ്റ്റ് ഗാർഡ് എന്നിവർ സംയുക്തമായി നടത്തുന്ന വിപുലമായ പരിശോധനയിലും ഇവരെ കണ്ടെത്താനായിട്ടില്ല. കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതക കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബന്ധുവായ 13 വയസ്സുകാരി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. മാതാപിതാക്കളുടെ സ്നേഹം അറിഞ്ഞിട്ടില്ലെന്ന് മുഖ്യാസൂത്രകയായ പെൺകുട്ടി പറഞ്ഞെന്നും പോലീസ് വെളിപ്പെടുത്തി. മലപ്പുറം കോട്ടയ്ക്കലിൽ വീട്ടിൽ ചാർജ് ചെയ്യുന്നതിനിടെ ഇലക്ട്രിക് സ്കൂട്ടർ പൊട്ടിത്തെറിച്ച് വൻ തീപിടുത്തം. ഈസ്റ്റ് വില്ലൂരിലാണ് സംഭവം നടന്നത്. തീപിടുത്തത്തിൽ ഇലക്ട്രിക് സ്കൂട്ടർ പൂർണ്ണമായും സമീപത്ത് നിർത്തിയിട്ടിരുന്ന 2 കാറുകൾ ഭാഗികമായും കത്തിനശിച്ചു. അമ്പലപ്പുഴയിൽ ട്രെയിനിടിച്ച് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അസ്വാഭാവികതകൾ ഇല്ലെന്ന നിഗമനത്തിൽ പോലീസ്. ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കുട്ടി താഴെ നിന്ന് റെയിൽവേ ട്രാക്കിലേക്ക് ഓടിക്കയറുന്നത് കണ്ടെന്നും അത് കണ്ട് ട്രെയിനിന്റെ വേഗത കുറയ്ക്കാൻ ശ്രമിച്ചെന്നുമാണ് മൊഴി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, the ultimate dandruff solution. തമിഴ്നാട്ടിൽ 234 MLAമാർക്കും പുതിയ കാർ നൽകുന്ന പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ഇതിനു പുറമെ ഡ്രൈവർമാരുടെ ശമ്പളത്തിനും കാർ സംബന്ധമായ മറ്റ് ചെലവുകൾക്കുമായി ഓരോ മാസവും 75,000 രൂപ വീതം MLAമാർക്ക് അനുവദിക്കും. സ്വന്തമായി കാർ ഇല്ലാത്തതിനാൽ മണ്ഡലത്തിൽ എല്ലായിടത്തും എത്താൻ കഴിയുന്നില്ലെന്ന VCK MLA ജ്യോതിമണിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് പ്രഖ്യാപനമെന്നും ഇതിലൂടെ അഴിമതിയില്ലാത്ത ജനസേവനത്തിനാണ് ഊന്നൽ നൽകുന്നതെന്നും വിജയ് പറഞ്ഞു. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന അടുത്ത മാസമെന്ന് സൂചന. വലിയ മാറ്റങ്ങൾ മന്ത്രിസഭയിൽ വരുത്താൻ നരേന്ദ്രമോദി ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. 30-ലധികം മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വന്നേക്കും. 10-നടുത്ത് മന്ത്രിമാർക്ക് രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകാനും സാധ്യതയുണ്ട്. വിദേശത്തേക്ക് വൻതോതിൽ പണമയച്ച സ്ഥാപനങ്ങൾക്കെതിരെ ആദായ നികുതി വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. 394 കമ്പനികൾക്കെതിരെയാണ് അന്വേഷണം. തെഹൽക്ക മാഗസിൻ സ്ഥാപകനും മുൻ എഡിറ്റർ ഇൻ ചീഫുമായ തരുൺ തേജ്പാലിന് ബോംബെ ഹൈക്കോടതി വിധിച്ച 10 വർഷത്തെ കഠിന തടവ് അപര്യാപ്തമാണെന്നും ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ട് ഗോവ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. NDAയുടെ ഭാഗമാകാനുള്ള കേന്ദ്രമന്ത്രിയുടെ ക്ഷണം നിരസിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേരാനുള്ള കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാലയുടെ ക്ഷണമാണ് ദീപ്കെ നിരസിച്ചത്. BJP ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്നും ഷഹ്സാദ് പൂനെവാല രാജിവെച്ചത് സാമ്പത്തിക പ്രതിസന്ധി മൂലമെന്ന് വെളിപ്പെടുത്തൽ. രാഷ്ട്രീയ പാർട്ടികൾ വക്താക്കൾക്ക് പ്രതിഫലം നൽകാത്തതിനാൽ ഉപജീവനത്തിന് ബുദ്ധിമുട്ടാണെന്നും എന്നാൽ പാർട്ടിയുടെ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബീഹാറിലെ ഗയ ജില്ലയിലുള്ള സർക്കാർ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിൽ ഉപ്പിന് പകരം അബദ്ധത്തിൽ ഡിറ്റർജന്റ് പൗഡർ ചേർത്തതിനെ തുടർന്ന് 36 വിദ്യാർത്ഥികൾ അസുഖബാധിതരായി. അതാവോ പജ്ദേവ പ്രൈമറി സ്കൂളിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നത്.
ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവയ്ക്കാൻ UAE തീരുമാനിച്ചു. UAEക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിന് പിറകെയാണ് ഇറാനുമായി ഒരു തരത്തിലുമുള്ള വ്യാപാര ധനവിനിമയവും നടത്തില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. 24 ദിവസത്തെ കടൽ യാത്രയ്ക്ക് ശേഷം സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് പേടകം ക്രിസ്മസ് ദ്വീപിന് സമീപത്തെത്തി. സ്റ്റാർഷിപ്പിന്റെ 13ാം പരീക്ഷണ ദൗത്യത്തിൽ ഉപയോഗിച്ച ഷിപ്പാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തിരിച്ചിറങ്ങിയ ശേഷം കടൽമാർഗം കരയ്ക്കണഞ്ഞത്. ജൂലൈ 24-ന് ടെക്സാസിലെ സൗത്ത് ടെക്സസിലുള്ള സ്റ്റാർ ബേസ് കേന്ദ്രത്തിൽ നിന്നായിരുന്നു സ്റ്റാർഷിപ്പ് വിക്ഷേപിച്ചത്. നബിദിനത്തിന് പൊതു അവധി പ്രഖ്യാപിച്ച് ഗൾഫ് രാജ്യങ്ങൾ. 25-നാണ് നബിദിനമെങ്കിലും UAEയിൽ 28-നാണ് പൊതു അവധി. ശനിയും ഞായറും ചേർത്ത് 3 ദിവസം തുടർച്ചയായി അവധി ലഭിക്കും. സമുദ്രത്തിലേക്ക് പോകുന്നതിന് പകരം കൃത്രിമ വെളിച്ചം കണ്ട് റോഡിലേക്ക് ഇഴഞ്ഞു നീങ്ങിയ 55 കടലാമ കുഞ്ഞുങ്ങൾ ചത്തു. US-ലെ ഫ്ലോറിഡയിലുള്ള അന്ന മരിയ ഐലൻഡ് തീരത്താണ് ദാരുണമായ സംഭവം നടന്നത്. വിരിഞ്ഞിറങ്ങിയ ഉടൻ കടലിലെ പ്രകാശ പ്രതിഫലനം നോക്കി സഞ്ചരിക്കേണ്ട ലോഗർ ഹെഡ് ഇനത്തിൽപ്പെട്ട കടലാമ കുഞ്ഞുങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് 165 റൺസിന്റെ വമ്പൻ ജയം. 372 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ശ്രീലങ്ക 5-ാം ദിനം ലഞ്ചിനു ശേഷം 206 റൺസിന് ഓൾ ഔട്ടായി. 6 വിക്കറ്റെടുത്ത ഇടം കയ്യൻ സ്പിന്നർ മാനവ് സുതാറിന്റെ ബൌളിംഗ് പ്രകടനമാണ് ഇന്ത്യയുടെ വിജയം ഉറപ്പിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റെടുത്ത സുതാർ മത്സരത്തിലാകെ 10 വിക്കറ്റെടുത്തു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.